നമ്മൾ വരാപ്പുഴ പോയിട്ട് കുറേ മീനും ചെമ്മീനും ഒക്കെ വാങ്ങിയിട്ട് വന്നില്ലേ. അപ്പം അതിൽ നമുക്കിത് കൊഞ്ച് വെച്ചിട്ട് ചെറിയൊരു കറി ഉണ്ടാക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു തോരനും വെക്കാം. ഇപ്പോൾ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഒരു 1/2 കിലോളം വരുന്ന അളവിൽ വലിയ ചെമ്മീനാണ് കേട്ടോ. വെള്ള ചെമ്മീൻ വലുതാണ്. ഒരു കൊഞ്ച് ഇതിൽ കിടക്കുന്നുണ്ട്. കൊഞ്ച് സാധാരണ കുറച്ചുകൂടിയൊക്കെ വലിപ്പമുള്ളതായിരിക്കും. ഇത് ചെറുതാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് വറുക്കാം. അപ്പോൾ ഏതായാലും ഞാനിതൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരട്ടെ. ഇത് നമ്മൾ കറിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കറിക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത ശേഷം ഇനി വാഷ് ചെയ്യണേ. കണ്ടോ, കറിക്ക് വേണ്ടിയിട്ടാണ്. ദാ ഇവന്മാരുടെ ഈ സൂചി പോലത്തെ കൊമ്പും ഒക്കെ ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ചെമ്മീൻ നന്നാക്കി വെച്ചിട്ടുണ്ട്. 2 വിധത്തിലാണ് കേട്ടോ ഞാൻ ചെമ്മീൻ നന്നാക്കി വെച്ചത്. കണ്ടോ, അതായത് തലയോട് കൂടി എടുത്തതാണ്. ഇത് നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് എടുക്കാം. ഈ തലയോട് കൂടി എടുത്തതിൽ കുറച്ച് ഞാൻ വറുക്കാൻ മാറ്റിയിട്ടുണ്ട്, കുറച്ച് കറിക്ക് വേണ്ടി. കറിക്ക് ഉള്ളത് നമുക്ക് അങ്ങനെ മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വേറെയാണ്, അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് പീച്ചിങ്ങ വെച്ചൊരു കറി ഉണ്ടാക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ആ കറിക്ക് വേണ്ടിയിട്ടുള്ളത് ഈ തലയില്ലാതെ നന്നാക്കിയതാണ്. കണ്ടോ, വളരെ ക്ലീൻ ആയിട്ട്. ഇനി ഇത് കട്ട് ചെയ്യണം. ഒരു ചെമ്മീൻ 3 പീസായിട്ട് വീതം നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമുക്ക് കുറച്ച് ചെമ്മീൻ മാറ്റി വയ്ക്കാം. ഇതിൽ വലുതൊരെണ്ണം വന്നിട്ടുണ്ടാവും, നമുക്ക് വറുക്കാനെടുക്കാം. ഇതാ ഇത്രയും മതിയാവും. നമ്മൾ പീച്ചിങ്ങ ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതാ ഇത്രയും മതിയാവും. പിന്നെ ഇത് നമുക്ക് വറുക്കാനും എടുക്കാം. ഇത്രയൊക്കെ മതി വറുക്കാനായിട്ട്. കുറച്ച് ഒരു 1/2 കിലോ ചെമ്മീൻ വാങ്ങിച്ചാൽ ഒരു 3 ഐറ്റം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം, വളരെ ലഘൂകരിച്ച് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പാചകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വറുക്കാനുള്ളതിൽ ഇത്തിരി മസാല തേച്ച് വെക്കാം. വറുക്കാനുള്ള മസാല നമുക്ക് വറുക്കാനുള്ള മസാല എടുക്കാം. വറുക്കാനുള്ളതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ മുളക് പൊടി വളരെ കുറഞ്ഞ അളവിൽ മതി. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിലിടാം. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഉപ്പ് എടുക്കാം. ഉപ്പിൽ വെക്കാൻ ശ്രദ്ധിക്കണം. പ്ലാസ്റ്റിക് പാത്രത്തിൽ ഉപ്പ് വെക്കരുത്, അല്ലെങ്കിൽ ചില്ലുപ്പി ആയാലും മതി. ഇനി കുറച്ച് വിനാഗിരി ചേർത്തിട്ട് നമുക്കിത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കാം. വിനാഗിരിയുടെ അളവ് ഇത്രയും മതി, വളരെ കുറവ്. പുളിപ്പധികം വരാൻ പാടില്ല. ഇതൊരു പ്രത്യേക സ്വാദാട്ടോ വിനാഗിരി ചേർത്തിട്ട് ഈ മസാല തയ്യാറാക്കുമ്പോൾ. നമ്മളെപ്പോഴും ഒരേ വിധത്തിൽ തന്നെ മസാല തയ്യാറാക്കിയിട്ട് നമ്മൾ കുക്ക് ചെയ്യരുത്. വ്യത്യസ്തമായ എന്തെങ്കിലുമൊക്കെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരുത്തി വേണം എപ്പോഴും മസാല തയ്യാറാക്കാൻ, ഇതുപോലുള്ള ഫ്രൈ ഐറ്റമിൽ. അപ്പോൾ നമ്മൾ വീട്ടുകാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇത് ഇന്നലെ കഴിച്ച പോലെയല്ലല്ലോ, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച കഴിച്ച പോലെയല്ലല്ലോ എന്നുള്ള ഒരു പ്രശംസയൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഏറ്റവും നല്ല ടേസ്റ്റ് വരുന്ന മസാല ഏതാണെന്ന് വെച്ചാൽ നമുക്കത് ഫോളോ അപ്പ് ചെയ്യാനും പറ്റും. ഗസ്റ്റൊക്കെ വരുമ്പോൾ അത് നമുക്ക് എടുക്കാനും പറ്റും. ഏതായാലും നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കാൻ. ഇതിൻ്റെ മസാലയും ഉപ്പും എരിവും പിന്നെ കുരുമുളകിൻ്റെ ആ സ്വാദൊക്കെ നന്നായി പിടിക്കട്ടെ. അതിനുശേഷം നമുക്ക് വറുത്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് എന്തിനാണെന്ന് വെച്ചാൽ പീച്ചിങ്ങ ചേർത്തിട്ട് നമുക്കൊരു ഒലത്തുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. വലിയ ചെമ്മീൻ ആയതുകൊണ്ടാണ് കേട്ടോ. കുഞ്ഞു ചെമ്മീനാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ എളുപ്പത്തിൽ നമുക്കിത് ഓരോ ചെമ്മീനും ഇടായിരുന്നു. ഇത് വലിയ ചെമ്മീൻ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും. ഈ ചുവന്നു നമ്മുടെ ചെമ്മീൻ നന്നാക്കലും കട്ടിയിലെല്ലാം കഴിഞ്ഞു. ഇത് നമ്മൾ തോരൻ ഉണ്ടാക്കാനും ഇത് കറിക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങെല്ലാം കൂടി ചേർത്തിട്ടാണ് വേവിക്കുന്നത്. അപ്പം നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. നമ്മൾ ആദ്യം തന്നെ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാ ഈ വലിപ്പത്തിലൊരു ഉരുളക്കിഴങ്ങ്, 1 തക്കാളി, 4 പച്ചമുളക്. ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് ആദ്യം ഇട്ട് പകുതി വേവാകുമ്പോഴേക്കും നമ്മൾ ചെമ്മീനും കൂടി പറക്കിയിടും. ആദ്യം തന്നെ നമുക്ക് ഇതിട്ടിട്ട് വേവിക്കാം. അപ്പോൾ നമ്മളെല്ലാം കൂടി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് വേവിക്കാൻ വേണ്ടി ഇടുന്നത്. മുളക് പൊടി 1 ടീസ്പൂൺ നിറച്ചിടാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് അളവിൽ. ഇത് വെന്ത് കിട്ടാൻ വേണ്ടി മാത്രമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് കറി പകുതി വെന്ത ശേഷം മാത്രം ഉപ്പിട്ടാൽ മതി. നമുക്ക് വേവിക്കാം.
അപ്പോൾ നമ്മുടെ കിഴങ്ങും തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ ഒരു അര മുറി തേങ്ങ കണ്ടോ വെള്ളത്തിലിട്ടിട്ടാണ് തേങ്ങ പൊട്ടിച്ചത്. എന്നാൽ കൂടി ഇപ്പോൾ വേനലായി തുടങ്ങുന്നതുകൊണ്ട് തേങ്ങയിലെ വെള്ളം പറ്റുമ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കൊപ്ര കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വെള്ളത്തിലിട്ടിട്ട് തേങ്ങ പൊട്ടിക്കാൻ ശ്രമിക്കുക. ഈ ഒരു മുറി തേങ്ങ നമുക്ക് എന്ത് ചെയ്യാം, നല്ലപോലെ ചിരകി എടുത്തിട്ട് വറുത്തെടുക്കേണ്ടതുണ്ട്. അപ്പോഴേക്കും അതിനുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മുടെ ചെമ്മീൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ചെമ്മീൻ ഇപ്പം നമ്മൾ ഇട്ടിട്ടില്ല. കിഴങ്ങൊന്ന് നന്നായി വെന്ത് വരുമ്പോഴേക്കാണ് നമ്മൾ ചെമ്മീൻ ഇടുന്നത്. നമ്മൾ തേങ്ങ ഇവിടെ ചിരണ്ടി എടുത്ത് വെച്ചു. നമ്മൾ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട്, ചീനച്ചട്ടി എന്താണെങ്കിലും മതി കേട്ടോ, ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് നമുക്ക് തേങ്ങ അതിൽ ഇട്ട് കൊടുക്കാം. തേങ്ങ കൊത്തില്ലാതെ തന്നെ ചിരണ്ടണം കേട്ടോ. നമുക്ക് ഇത് നന്നായി വറുത്തെടുക്കാം. അപ്പം നമ്മൾ തേങ്ങ വറുക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ചെമ്മീൻ ഇടേണ്ട സമയം ആയിട്ടുണ്ട്. നമ്മുടെ കിഴങ്ങും തക്കാളിയൊക്കെ അത്യാവശ്യം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ സമയത്ത് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. കണ്ടോ, ഈ ചെമ്മീൻ നമുക്ക് ഇട്ട് കൊടുക്കാം. തലയോട് കൂടിയാണ് നമ്മൾ കറക്കി ചെമ്മീൻ എടുത്തിരിക്കുന്നത്. നാരൊക്കെ വലിച്ചു കളയാൻ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. തലയോട് കൂടി എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കഴുത്തിൻ്റെ അവിടെ ഒരു പൂവൊക്കെ ഉണ്ട്, ആ പൂവൊക്കെ ഒന്ന് വലിച്ചു കളയണം. ഇനി ഇത് ചെറുതീയിൽ ഒന്ന് വെന്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് അപ്പോഴേക്കും നമ്മൾ തേങ്ങയും വറുത്ത് നമുക്ക് മസാലയും ചേർത്ത് തേങ്ങ അരച്ചിട്ട് വരാം. തേങ്ങ നല്ലപോലെ മൂത്ത് വറുക്കണേ. ഞാൻ ഈ മെറ്റലിൻ്റെ ചട്ടകം ഉപയോഗിക്കുന്നതുകൊണ്ട് ഒന്നും തോന്നണ്ട. കാരണം നമ്മൾ ഇതുപോലുള്ള പാത്രങ്ങളിൽ തീർച്ചയായിട്ടും മരത്തവിയാണല്ലോ ഉപയോഗിക്കാറ്. ഇത് നോൺ സ്റ്റിക്ക് അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ മെറ്റലിൻ്റെ ചട്ടകം ഉപയോഗിക്കുന്നത്. ഇത് കാസ്റ്റ് അയണിൻ്റെ ഒരു പാത്രമാണ്. വളരെ നല്ല യൂസ്ഫുൾ ആയ ഒരു പാത്രമാണ് കേട്ടോ. ഇതിൻ്റെ ബ്രാൻഡ് വന്നിട്ട് ബെർഗോഫ് എന്നാണ് ഇതിൻ്റെ ബ്രാൻഡ് വന്നിട്ട്. ഇതിൻ്റെ തന്നെ ഒരു സെറ്റ് ഉണ്ട്. എനിക്ക് ഇതാണ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നിയത്. പിന്നെ ഒരു സംഭവം, ഈ ഒരു തവയായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഇതാ ഈ ഒരു ഹാൻഡിൽ നമുക്ക് റിമൂവ് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ ഫിക്സ് ചെയ്യുകയും ചെയ്യാം. നമുക്ക് ഈ ഒരു അളവിൽ നമുക്ക് മൊരിഞ്ഞ് കിട്ടുമ്പോഴേക്കും നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. കാരണം ഈ ഒരു പാത്രത്തിന് ചൂട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇനി അധികം നമ്മൾ മസാലപ്പൊടി ഇടുന്നതിന് മുമ്പായിട്ടൊന്ന് ഓഫ് ചെയ്ത് ഒന്ന് തണുത്ത് വരുമ്പോഴേക്കേ നമുക്ക് മസാലപ്പൊടി ഇടേണ്ടതുള്ളൂ. മസാലപ്പൊടി അധികം ഒന്നും വേണ്ട. മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയാണ് നമ്മളിപ്പോൾ ഇനി ഉപയോഗിക്കുന്നത്. മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ നമ്മുടെ കിഴങ്ങും തക്കാളിയൊക്കെ വേവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി മുളക് പൊടി ചേർക്കണ്ട. ഒന്ന് തണുത്തോട്ടെ, അതിനുശേഷം നമുക്ക് പൊടികൾ യൂസ് ചെയ്യാം. ഈ ഒരു അളവിൽ നമുക്ക് ഗരം മസാലപ്പൊടി ഇടാം. മല്ലിപ്പൊടി നിറച്ച് തല തട്ടാതെ ഒരു ടീസ്പൂൺ അളവിൽ നല്ലപോലെ മിക്സ് ചെയ്യാം. ചീനച്ചട്ടി ആണെങ്കിലും ആ ചട്ടിയുടെ ചൂടൊന്ന് ആറിയ ശേഷം, അധികം ആറണ്ട, എന്നാലും ഒന്ന് ചൂട്, വലിയ ചൂടൊന്ന് ആറിയ ശേഷം വേണം മല്ലിപ്പൊടി ഇടാൻ കേട്ടോ. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് തുറക്കാം. നമ്മുടെ ചെമ്മീനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. തക്കാളിയും കിഴങ്ങും എല്ലാം വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് 2 കുടംപുളിയുടെ കഷ്ണം ഞാൻ നല്ലപോലെ കഴുകി എടുത്ത് വെച്ചേക്കാണ്. ഈ കുടംപുളിയുടെ കഷ്ണം ഇട്ട് കൊടുക്കാം. കുടംപുളി വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളത്തോട് കൂടി ഒഴിക്കരുത് കേട്ടോ, പുളി കൂടി പോകും. അപ്പോൾ അതുകൊണ്ട് കുടംപുളി മാത്രം 2 കഷ്ണം മതി, അധികം വേണ്ട. അതിനുശേഷം നമുക്കൊന്നുകൂടെ അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിക്കാം. ഇനി നമുക്ക് മസാല, നമ്മൾ വറുത്ത് വെച്ച തേങ്ങ അരച്ച മസാല ചേർക്കേണ്ടതുണ്ട്. അരച്ചു വെച്ച തേങ്ങ മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ചേർക്കാൻ ശ്രമിക്കണേ. നമുക്കതിൻ്റെ കൂടെ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗ്രേവി വേണമല്ലോ. ഒരു ചെറു ചൂടുള്ള വാം വാട്ടർ മതി കേട്ടോ, അധികം ചൂട് വേണമെന്നില്ല വെള്ളത്തിന്. ജസ്റ്റ് ഒരു വാം വാട്ടർ. ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്രിസ്റ്റൽ ഉപ്പാണ് ചേർക്കുന്നത്. നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒന്നുകൂടെ തിളച്ചേക്കട്ടെ. അപ്പോഴേക്കും ഞാനിത് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവയും കടുകും വറ്റൽ മുളകും കരിവേപ്പിലയും കൂടി ചേർത്താണ് നമ്മൾ താളിക്കുന്നത്. കറി നല്ലപോലെ തിളച്ചു. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത്തരം കറികളൊക്കെ നല്ല നാടൻ ചോറിന് കൂട്ടാൻ പറ്റിയ കറികളാണ്. അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിൽ തന്നെ പാചകം ചെയ്യണം കേട്ടോ, ഓയിൽ ഉപയോഗിക്കരുത്. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായി വരുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മതി. എൻ്റെ കൈയളവാണ്.
കടുക് പൊട്ടുന്നൊരു ശബ്ദം ഒരു പ്രത്യേക രസമാണ് കേൾക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയും കൂടി ചേർത്ത് പൊട്ടി വന്ന ശേഷം 3 വറ്റൽമുളക് തണ്ടോടെ ഇട്ട് കൊടുക്കാം. അടുപ്പ് ഓഫ് ചെയ്തേക്കാം, അല്ലെങ്കിൽ ആ വറ്റൽമുളക് കരിഞ്ഞു പോകും. കരിവേപ്പില ഇടുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് താളിച്ചൊഴിക്കണം. ഉടനെ മൂടി വയ്ക്കുക. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മൾ ഇന്ന് കിഴങ്ങ് ചേർത്ത് വെച്ച് ചെമ്മീൻ വറുത്തരച്ച കറി. ഇനി നമുക്ക് അടുത്ത പാചകത്തിലേക്ക് പോവാം. അതിലേക്ക് ഞാൻ പാത്രമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വേഗം തന്നെ നമുക്ക് ചെമ്മീൻ ഫ്രൈയും ചെയ്യാം, പീച്ചിങ്ങ ചേർത്ത് ഒരു തോരനും ഉണ്ടാക്കാം. അപ്പം നമുക്ക് 2 അടുപ്പും കത്തിക്കാം. എളുപ്പത്തിൽ 2 കൂടി പാചകം ചെയ്തേക്കാം. നമ്മുടെ കറി റെഡിയായല്ലോ. ഇനി നമുക്ക് വറുക്കാനും തോരൻ ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ അത് രണ്ടും വേഗം വേഗം ഞാനിവിടെ എല്ലാം അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. പീച്ചിങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതാ കിളുന്ത് പീച്ചിങ്ങ വേണം ഇതിനെടുക്കാനായിട്ട്. ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കാരണം ഇത് നമ്മൾ തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് വെന്ത് കഴിയുമ്പോൾ ഒന്ന് ചുങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തോളൂ. ആദ്യം തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായി വരട്ടെ. സ്റ്റീൽ പാത്രം പിന്നെ വേഗം ചൂടാകുന്നതുകൊണ്ട് നമുക്ക് അധികം സമയം എടുക്കേണ്ട കാര്യമില്ല. ഒരല്പം കടുക്, ഒരു പിഞ്ചളവിൽ കടുക് ഇട്ട് കൊടുക്കാം. കരിവേപ്പില, ഒരു ചെറിയ സവാളയാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. പച്ചമുളകും ഒരു 6 പച്ചമുളകുണ്ട്. ഇതിൽ ഇട്ട് കൊടുക്കാം. ഒന്ന് വാടി വരട്ടെ. നമ്മുടെ തവ ചൂടായിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്ന മസാല ചേർത്ത് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഉണ്ടല്ലോ, അത് നമുക്ക് പെറുക്കി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തവ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തീ കുറച്ച് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചെമ്മീൻ കരിയും. ജസ്റ്റ് ഒന്ന് സവാള വാടി വരുമ്പോഴേക്കും നമുക്ക് പീച്ചിങ്ങ ഇട്ട് കൊടുക്കാം. അതിൻ്റെ പിന്നാലെ തന്നെ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ അതും ഇട്ട് കൊടുക്കാം. എല്ലാത്തിനും ഒരേ അളവ് വേവായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് നമ്മൾ ഓൾറെഡി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് വഴങ്ങി വരട്ടെ. കുറച്ച് തീ കുറയ്ക്കാം. അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. അതിനുശേഷമാണ് മഞ്ഞൾപ്പൊടിയൊക്കെ തേച്ച് കൊടുക്കുന്നത്. വെന്ത് വരട്ടെ. പീച്ചിങ്ങ ചെമ്മീൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചെമ്മീനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. വലിയ ചെമ്മീൻ ആയതുകൊണ്ട് ഇതുപോലെ തന്നെ മറിച്ചിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളെല്ലാം കൂടി ഒന്ന് കുഴച്ച് മറിച്ചാൽ മതിയാവും. ഇതങ്ങനെയല്ല, വലിയ ചെമ്മീനാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമ്മൾ 1/2 കിലോ ചെമ്മീൻ വെച്ച് എത്ര കറി ഉണ്ടാക്കി? 3 കറി ഉണ്ടാക്കിയില്ലേ? അത്യാവശ്യം ഉണ്ട് താനും. അപ്പോൾ ഇങ്ങനെ 2-3 തരത്തിലുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് 1/2 കിലോ സംഭവം വെച്ചിട്ട് ഒക്കെ തന്നെ ഉണ്ടാക്കാൻ ചെയ്യാം. പല പല വിഭവങ്ങളുമായി. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. അതിനുശേഷം നമ്മൾ തുറന്ന് നോക്കി നമ്മുടെ ചെമ്മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പീച്ചിങ്ങയും ഏകദേശമൊക്കെ വെന്ത് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കൊരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ പീച്ചിങ്ങയിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളമൊക്കെ നല്ല ഡ്രൈ ആയിട്ട് അതിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊന്ന് തീ കയറ്റി വെച്ച് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. തീ ഒന്ന് കുറയ്ക്കാം, കരിഞ്ഞു പിടിക്കരുതല്ലോ.
ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 2 നാക്കളവിൽ, അതായത് 2 നാക്കെന്ന് പറഞ്ഞാൽ മനസ്സിലായോ എന്തോ എനിക്കറിയില്ല, എന്നാൽ കൂടിയും ചിരവനാക്കിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പഴയ ഭാഷയാണ്. തേങ്ങ ചിരണ്ടുമ്പോൾ 1 നാക്ക് 2 നാക്ക് എന്നൊക്കെ പറയും. ചിരവനാക്കിൻ്റെ ആ ഒരു അളവാണ്. അപ്പോൾ ആ ഒരു അളവിൽ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു പിടി വരുള്ളൂ അത് അളവ്. കണ്ടോ, ഈ ഒരു പിടി അളവാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അത്രയും മതി കേട്ടോ, അധികം വേണ്ട. കുറച്ചുകൂടെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കാം. തേങ്ങ എല്ലാം കൂടി ചേർത്ത് ഒന്ന് വെന്ത് വരട്ടെ. നമ്മുടെ ചെമ്മീനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടെ നമുക്ക് അടച്ചു വെച്ച് ചെറുതീയിൽ ആവി കയറ്റി വേവിക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീനെല്ലാം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തേക്കാം. കുറച്ച് നേരം ആ ചൂടിൽ നിന്ന് മൊരിഞ്ഞ് കഴിഞ്ഞ ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. എന്ത് വലിയ ചെമ്മീനായിരുന്നു. നമ്മൾ വേവിച്ചൊക്കെ ഫ്രൈ ചെയ്തൊക്കെ വന്നപ്പോഴേക്കും അത് ചുരുട്ട് കൂടി കുറച്ചായി. ഏതായാലും നമ്മുടെ വലിയ കൊഞ്ച് കുറച്ച് വലിപ്പത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇതൊരു 2 എണ്ണമൊക്കെ ഒരാൾക്ക് പ്ലേറ്റിൽ സെർവ് ചെയ്യുമ്പോൾ 2 or 3 ഒക്കെ മതിയാവും. ഒന്നുകൂടെയൊക്കെ നല്ലപോലെ അത് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ പീച്ചിങ്ങയൊക്കെ നല്ലപോലെ വെന്ത് വഴങ്ങിയിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിലേക്ക് ഒരു പിഞ്ചളവിൽ വറ്റൽ മുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ക്രഷ്ഡ് ചില്ലിയില്ലേ, അതിട്ട് കൊടുക്കാം. ലാസ്റ്റ് ഇടാൻ പാടുള്ളൂ. അടുപ്പ് ഓഫ് ചെയ്തേക്കാം. അതിൻ്റെ ചില്ലി കട്ടൽസൊക്കെ അല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കും. അതുകൊണ്ടാണ്. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ പീച്ചിങ്ങ ചെമ്മീൻ തോരൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ ഒരു സംഭവം മാത്രം മതി നമുക്ക് ഒരു പറ ചോറുണ്ണാൻ പറ്റും. ഏതായാലും നമ്മളിന്ന് 3 ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ ഒരു ചോറുണ്ണാൻ വേണ്ടിയിട്ടാണ് 1/2 കിലോ ചെമ്മീൻ വെച്ചിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞാനിത് ചോറിലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഒരു ഭംഗി കാണിച്ചു തരാം. ഞാനും കഴിക്കട്ടെ.